ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ചെറിയ പാർട്ടുകളായിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി മൊത്തം വരുന്ന ഒരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കി നോക്കൂ. ഗ്രോസ് ആനുവൽ വാല്യൂ, ഇത് പറയുന്നത് ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ കേസാണ്. ചാർട്ട് ഷോയിങ് ദി കമ്പ്യൂട്ടേഷൻ ടാക്സബിൾ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന അതെങ്ങനെയെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ. നമുക്കറിയാം ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഒന്നെങ്കിൽ കണ്ടെത്തുക, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ കറക്റ്റായിട്ട് എഴുതും. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ്, അൺറിയലൈസ്ഡ് റെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ എത്രയെന്നുള്ളത് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24 അനുസരിച്ചുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ ഡിഡക്ഷൻസ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. ഇത് ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഈ ഹൗസ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും റിപ്പയർ, മെയിൻ്റനൻസ്, അതുപോലെ ഇൻഷുറൻസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില എക്സ്പെൻസുകളൊക്കെ വരാം. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ സ്റ്റാൻഡേർഡ്. മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് നമ്മൾ ഡിഡക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് 30%. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ലോൺ എടുത്തിട്ടാണെങ്കിൽ, നമ്മൾ ഈ ഒരു ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത് ലോൺ എടുത്തിട്ടാണെങ്കിൽ അതിന് വരുന്ന ഇൻട്രസ്റ്റ് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അതിന് ലിമിറ്റേഷനിൽ എത്രയാണ് ആ എമൗണ്ട് എക്സംപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഇൻ 5 ഇൻസ്റ്റാൾമെൻറ്റ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റും അതുപോലെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റുമാണ്. അല്ല, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ലോൺ എടുത്ത് 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതെങ്കിൽ ആ രണ്ടാമത് വരുന്നത് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണോ സംഭവിച്ചത്, ലോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണോ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണോ ലോൺ എടുത്തത്, ഏതാണോ ലാസ്റ്റ് വരുന്നത് ആ ഡേറ്റ് മുതലാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ലാസ്റ്റ് വന്നിട്ടുള്ള ആ ഡേറ്റ് മുതലാണ് നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുമുതൽ എന്നാണോ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് അതുവരെയുള്ള ഇൻട്രസ്റ്റ്, അതിനെയാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ ഡിഡക്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇപ്പോൾ 2015 നമ്മൾ ലോൺ എടുത്തു. 2015 2 മാസം കഴിഞ്ഞപ്പോൾ മെയ്യിലാണ് ലോൺ എടുത്തതെങ്കിൽ, മെയ്യിൽ ലോൺ എടുത്തു, ജൂലൈയിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ജൂലൈ മുതലുള്ള ഫിനാൻഷ്യൽ ഇയറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഡേറ്റ് ഏതാണോ അവിടുന്ന് മുതൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ ഡേറ്റ് വരെ ഉള്ള പീരീഡിനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴാണോ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് അത് മുതൽ ലോണ് റീപേയ്മെൻറ്റ് ചെയ്ത് കഴിയുന്ന ഡേറ്റ് വരെയുള്ള സമയം, ആ ഒരു ഫിനാൻഷ്യൽ ഇയർ, അതിനെയാണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഡക്ഷൻസ് വരുന്നത്. ഈ 3 കേസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയെന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആണെങ്കിൽ, നമ്മൾ ലെറ്റ് ഔട്ടിന് കൊടുത്ത ഹൗസിൻ്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണ്? നില്ലാണ് അല്ലേ. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണെന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് ഒക്കെ നില്ലായിരിക്കും, ആനുവൽ വാല്യൂ ഉണ്ടാവില്ല, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ല. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരും. ഇൻട്രസ്റ്റ് ഓൺ ലോണ് അവിടെ വരുന്നത് ഒന്നുകിൽ 30,000 അല്ലെങ്കിൽ
2 lakh ആയിരിക്കും. അതായത് 99 മുന്നെയാണ് ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ 30,000 വരെയാണ് ഡിഡക്ഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ലോണിന് 2 lakh ആണ് കൊടുക്കുന്നത്. അപ്പോൾ ലോസ് ഫ്രം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആയിരിക്കും. ഇൻകം ആവില്ലല്ലോ. അപ്പോൾ അവിടെ ലോസ് ഫ്രം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. A residential house property is owned by Sri Dayal, construction of which is completed on 1st March 2016. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് മാർച്ച് 2016 1st March 2016 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ദി പർട്ടിക്കുലേഴ്സ് ഓഫ് ഹൗസ് ആർ ഗിവൺ ബിലോ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ്, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ 40,000. ദി ബിൽഡിംഗ് ഹാസ് ബീൻ ലെറ്റ് ഔട്ട് ഓൺ എ മന്ത്ലി റെൻറ്റ് ഓഫ് ₹6,000 ഇൻക്ലൂസീവ് ഓഫ് 500 ആസ് റെൻറ്റ് ഓഫ് ഫർണിച്ചർ. അപ്പോൾ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ, മുനിസിപ്പൽ റെൻറ്റ് എത്രയാണ്? 40,000 ആണ്. അത് ലെറ്റ് ഔട്ടിന് കൊടുത്തതാണ്. മന്ത്ലി റെൻറ്റ് 6,000 ആണ്. അതിൽ ഫർണിച്ചറിൻ്റെ റെൻറ്റ് കൂടി ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം 500 ഫർണിച്ചറിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ടാണ് 6,000 രൂപ മന്ത്ലി റെൻ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ഫോർ 2020-21 4,180. 4,180 രൂപയാണ് മുനിസിപ്പൽ ടാക്സ് കൊടുക്കുന്നത്. ഗ്രൗണ്ട് റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് 200. ഗ്രൗണ്ട് റെൻറ്റ് കൊടുക്കാനായിട്ടുണ്ട്, പക്ഷെ അത് കൊടുത്തിട്ടില്ല. കളക്ഷൻ ചാർജസ് ആക്ച്വലി പെയ്ഡ് 1,500. എമൗണ്ട് സ്പെൻഡ് ഓൺ റിപ്പയേഴ്സ് ഓഫ് ദി ഹൗസ്. ഹൗസിൻ്റെ റിപ്പയേഴ്സിന് വേണ്ടി വരുന്ന എമൗണ്ട് വന്നത് 2,500. പിന്നെ ഇൻഷുറൻസ് ചാർജസ് 150, 150. ഇൻട്രസ്റ്റ് അക്രൂഡ് അപ് ടു 31st March 2016 ഓൺ മണി ബൊറോഡ് ഫോർ കൺസ്ട്രക്ഷൻ ₹6,000. കണ്ടോ, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. എത്ര? 6,000 അല്ലേ. 1st March 2016 ആണ് അത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ മുന്നേ ലോൺ എടുത്തത് നമ്മൾ നോക്കണം. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ എമൗണ്ട് ഇൻട്രസ്റ്റ് അക്രൂഡ് അപ് ടു 31st March 2016 വരെയുള്ള ഇൻട്രസ്റ്റ് അക്രൂ ചെയ്ത് എത്രയാണ്? 6,000 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷനിലെ ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം കാണുമ്പോൾ. ഇൻട്രസ്റ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ, ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻട്രസ്റ്റ് വരുന്നത് 1,500. ഇൻട്രസ്റ്റ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഓൺ ദി മോർട്ട്ഗേജ് ലോൺ ഓഫ് ₹1,50,000 ടേക്കൺ ഫോർ ഡോട്ടേഴ്സ് മാരേജ്, ₹18,000 അഗെയിൻസ്റ്റ് ഹൗസ് പ്രോപ്പർട്ടി. പിന്നെ എന്താ മോർട്ട്ഗേജ് ലോൺ എടുക്കുന്നത് എന്താണ്? ഡോട്ടേഴ്സ് മാരേജിന് വേണ്ടിയിട്ട്. അത് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റഡ് അല്ല, അപ്പോൾ നമ്മളത് ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഇത് നെക്സ്റ്റ്, ദി ഹൗസ് വാസ് ലെറ്റ് ഔട്ട് ഫ്രം 1st May 2019 ആണ് അത് കേട്ടോ. ആൻഡ് റിമെയിൻഡ് വേക്കൻറ്റ് ഫ്രം 1st February 2020 to 31st May 2020 വരെ വേക്കൻ്റ് ആയി കിടന്നു. ദർ ആഫ്റ്റർ ഇറ്റ് വാസ് എഗെയിൻ ലെറ്റ് ഔട്ട്, വീണ്ടും ലെറ്റ് ഔട്ടിന് കൊടുത്തു. കമ്പ്യൂട്ട് ദി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021-22. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ 2021-22 അല്ലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുണ്ട്, ഗ്രൗണ്ട് റെൻറ്റ്, അതുപോലെ കളക്ഷൻ ചാർജസ്, റിപ്പയേഴ്സ്, ഇൻഷുറൻസ് ചാർജസ്, ഇതൊക്കെ എന്താണ് നമ്മളെ ഇത്തരം എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഡക്ഷൻ കൊടുക്കുന്നത് ഈ എമൗണ്ടുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഡിഡക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഹൗസ് പ്രോപ്പർട്ടിയിൽ. അപ്പോൾ എന്തൊക്കെയാണ്? ഗ്രൗണ്ട് റെൻറ്റ്, കളക്ഷൻ ചാർജസ്, റിപ്പയേഴ്സ്, ഇൻഷുറൻസ്, ഇതൊന്നും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. Computation of income from house property for the assessment year 2021-22. Annual value നമുക്ക്
വേറൊന്നും തന്നെ തന്നിട്ടില്ല, മുനിസിപ്പൽ വാല്യൂ മാത്രമേ. അപ്പം നമുക്ക് കമ്പയർ ചെയ്യാനില്ല. ഇവിടെ നമുക്ക് ആക്ച്വൽ റെൻറ്റ് എത്രയായിരുന്നു? 6000 ആണെന്ന് പറഞ്ഞത്. അതിൻ്റെ ഫർണിച്ചറിൻ്റെ ചാർജും കൂടി ഇൻക്ലൂഡഡ് ആണ് ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൈനസ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മളിവിടെ ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് അല്ലേ? ആക്ച്വൽ റെൻറ്റ് ഏതാണോ അതല്ലേ നമ്മൾ ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുക സാധാരണ കേസിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മുനിസിപ്പൽ വാല്യൂ കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6000 മൈനസ് 500 അല്ലേ? അപ്പോൾ 5500 വരും ഇൻറ്റു 10. എന്തുകൊണ്ടാണ് അവിടെ 10 കൊടുത്തിട്ടുള്ളത്? ഇത് ഇവിടെ വേക്കൻ്റ് ആയി കിടന്നിട്ടുണ്ട് കുറച്ച് സമയം അല്ലേ? ഫസ്റ്റ് ലെറ്ററിന് കൊടുത്ത് 1st May 2019 ആൻഡ് റിമെയിൻ വേക്കൻറ്റ് ഫ്രം 1st February 2020 to 31st May 2020 അല്ലേ? അസസ്മെൻറ്റ് ഇയർ 21-22 ടാക്സ് കൊടുക്കുന്നത് തൊട്ട് മുന്നത്തെ പ്രീവിയസ് ഇയറിലാണ് അല്ലേ? പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതാണ്? 2020-21 ആണ് അല്ലേ? അപ്പോൾ 2020 ഇവിടെ വേക്കൻറ്റ് വന്നിട്ടുള്ളത് അല്ലേ? 1st February 2020 മുതൽ 31st May 2020 വരെ ഇവിടെ വേക്കൻ്റ് ആണ്. അപ്പോൾ ഫെബ്രുവരി 1st February എന്നാൽ ഫെബ്രുവരി മൊത്തം വേക്കൻ്റ് ആയി കിടന്നു. മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസം വേക്കൻ്റ് ആയിട്ട് കിടന്നു അല്ലേ? ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് മുതലാണ് വരുന്നത്? ഏപ്രിൽ മുതലാണ് വരുന്നത് അല്ലേ? 2020-21 ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April മുതൽ 31st March 2021 വരെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഫെബ്രുവരി, മാർച്ച് ഏതിൽ പോവും? അതിൻ്റെ മുന്നത്തെ പ്രീവിയസ് ഇയറിൽ വരും അല്ലേ? അപ്പോൾ 2020 പ്രീവിയസ് ഇയർ തുടങ്ങുന്നത് ഏപ്രിൽ ആയതുകൊണ്ട് ഏപ്രിൽ, മെയ് 2 മാസമാണ് ഇവിടെ വേക്കൻറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 10 മാസമായിട്ട് എടുത്തിട്ടുള്ളത്. 12 മാസത്തിന് പകരം 10 മാസം എടുത്തത് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ 2020-21 എന്ന പ്രീവിയസ് ഇയർ ഫിനാൻഷ്യൽ ഇയറിൽ 2 മാസം വേക്കൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ 10 months എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5500 ഇൻറ്റു 10 അപ്പോൾ എത്ര വരും? 55,000 ആനുവൽ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യണം. തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 4180 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ 50,820 വരും. ഇനി അതിൽ നിന്ന് ഡിഡക്ഷൻസ് അല്ലേ? അണ്ടർ സെക്ഷൻ 24 അനുസരിച്ചുള്ള ഡിഡക്ഷൻസ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 30%. ആനുവൽ വാല്യൂവിൻ്റെ 30% എത്രയാണ്? 15,246. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ മണി ബോറോഡ് ഫോർ കൺസ്ട്രക്ഷൻ. അതവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റും വരുന്നുണ്ട്. അത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ളതാണ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞാൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് അല്ലേ? അപ്പോൾ കൺസ്ട്രക്ഷൻ തുടങ്ങി കൺസ്ട്രക്ഷൻ അവസാനിക്കുന്നത് വരെയുള്ള ഇൻട്രസ്റ്റ് 6000 രൂപയാണ്. അത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ആ ചാർട്ടിൽ കണ്ടു 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 6000 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1200 കിട്ടും. പിന്നെ ഇൻട്രസ്റ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2020-21 സാധാ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1500 ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2700. ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. 4th പോയിന്റ് വായിച്ചു നോക്കിയാൽ അറിയാം. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഈസ് ഡിഡക്റ്റഡ് ഇൻ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. 6000 ഡിവൈഡഡ് ബൈ 5 1200 പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ദിസ് ഇയർ, ഈ വർഷത്തെ ഇയർ, അതായത് പ്രീവിയസ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1500. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് 2700. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ മണി ബോറോഡ് ഫോർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2700 കിട്ടി. അപ്പോൾ അത് രണ്ടും മൈനസ് ചെയ്താൽ രണ്ടും കൂടി എമൗണ്ട് 17,946 ആണ് കിട്ടുന്നത്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 32,874 ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്നത്. അപ്പോൾ 1-2 പ്രോബ്ലം ചെയ്താൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ചെയ്ത് നോക്കുക.
മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ.